ഞാൻ ശ്രീ ഫഹദ് മർസൂഖ് ഉണ്ട്, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രതിനിധീകരിച്ച്. ശ്രീ ഫഹദ് മർസൂഖ്, കേരളത്തിൽ ഈ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഒരു വിലയുമില്ലേ എന്ന് ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ തോന്നിപ്പോകും. ഇപ്പോൾ ദുരന്ത നിവാരണത്തിന് ഒരു ദുരന്തം സംഭവിക്കുക എന്നതിന് മുമ്പ് തന്നെ എടുക്കേണ്ട തയ്യാറെടുപ്പുകളും മുൻകരുതലുകളും ഒക്കെയല്ലേ നമുക്ക് ആവശ്യം. നമുക്ക് സർക്കാരുണ്ട്, അതുപോലെ തന്നെ ലോക്കൽ ബോഡീസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്, കോർപ്പറേഷനുകളുണ്ട്, നഗരസഭകളുണ്ട്, അതുപോലെ തന്നെ അതിന് താഴെ ജനപ്രതിനിധികൾ നേതൃത്വം കൊടുക്കുന്ന സംഘങ്ങളുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് വീട്ടിലിരിക്കാനോ പുറത്തിറങ്ങി നടക്കാനോ ഒന്നും സുരക്ഷിതമല്ലാത്ത ഒരു അവസ്ഥയായി ഈ മഴക്കാലം മാറുന്നത്? നമുക്ക് ഗോപികൃഷ്ണൻ താങ്കൾ പറഞ്ഞതുപോലെ മുന്നൊരുക്കങ്ങളാണ് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടുന്ന കാര്യം. മുന്നൊരുക്കങ്ങൾക്ക് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞ് അവിടെയുള്ള രക്ഷാപ്രവർത്തനമല്ല നമ്മുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം, അല്ലെങ്കിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന പ്രവർത്തനം. അത് നിർഭാഗ്യവശാൽ പലപ്പോഴും നമുക്ക് ദുരന്തങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്താൻ നമുക്ക് സാധിക്കാറുണ്ട്. പക്ഷേ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ എല്ലാ സർക്കാർ സംവിധാനങ്ങളും ചേർന്ന് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് പരിചിതമല്ലാത്ത ഒരു തീവ്ര സ്വഭാവത്തിലുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ നമുക്ക് തുടർച്ചയായിട്ടുണ്ടാകുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസം മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇന്നലെയും ഇന്നുമായി കേരളത്തിലെ പലയിടത്തും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള കാറ്റിൻ്റെ വേഗത 60 കിലോമീറ്ററിൻ്റെ മുകളിലാണ്. മണിക്കൂറിൽ 60 കിലോമീറ്ററിലധികം വേഗതയിൽ കാറ്റടിക്കുന്നു. അതായത് ഒരു ചുഴലിക്കാറ്റ് സംഭവിക്കുന്ന സമയത്ത് ഒരു സാധാരണ ചുഴലിക്കാറ്റിൻ്റെ അതിനകത്തുള്ള പരമാവധി കാറ്റിൻ്റെ വേഗത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചുഴലിക്കാറ്റ് നമ്മളൊരു കാറ്റിനെ വിളിക്കുക 62 കിലോമീറ്റർ മണിക്കൂറിൽ 62 കിലോമീറ്ററിലധികം വേഗതയിൽ കാറ്റടിക്കുന്ന സമയത്താണ്. അപ്പോൾ അത്തരത്തിലുള്ള കാറ്റ്, അതിഭീകരമായിട്ട് വലിയ ശക്തമായ കാറ്റ്, നമ്മൾ സാധാരണ ഒരു 30 മുതൽ 40 ഇടയിൽ വരുന്ന കാറ്റാണ് നമുക്ക് ഏറ്റവും കൂടിയ കാറ്റായിട്ട് നമ്മുടെ കാലവർഷ സമയത്ത് അല്ലെങ്കിൽ മൺസൂൺ സമയത്ത് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതിന് 60 കിലോമീറ്ററിലധികം വേഗതയിൽ ഒരു വളരെ കുറച്ച് സമയമാണെങ്കിലും കാറ്റ് വീശിയടിക്കുന്നു. അറബിക്കടലിൽ തന്നെ ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ഇപ്പോൾ കുറച്ച് നേരം മുന്നേ എനിക്ക് പുതിയ അപ്ഡേറ്റ് തന്നത് 74 കിലോമീറ്ററിൽ അധികം വേഗതയിലാണ് അറബിക്കടലിൽ പലയിടത്തും നമ്മുടെ റഡാർ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് കാറ്റുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രതിഫലനം എന്നുള്ളവർക്ക് തിരമാല ശക്തിപ്പെടും, സ്വാഭാവികമായിട്ടും കടലാക്രമണം രൂക്ഷമാവും നമ്മുടെ തീരത്ത്. അപ്പോൾ അങ്ങനെ ഒരു കാലാവസ്ഥ ക്രൈസിസിലാണ് നമ്മളുള്ളത്, അല്ലെങ്കിൽ ദിനാവസ്ഥ, അതിതീവ്ര സ്വഭാവത്തിലുള്ള ദിനാവസ്ഥകൾ നമുക്ക് ആവർത്തിച്ചു വരുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇത് നമുക്ക് മുന്നേയുള്ള കാലങ്ങളിലും പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വളരെയധികം വിജിലൻ്റ് ആണ്, നമ്മൾ കൂടുതൽ അതിന് ഫോക്കസ് കൊടുക്കുന്നു, കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കുറയ്ക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന പ്രവർത്തനങ്ങളെല്ലാം നമ്മൾക്ക് പറ്റുന്ന രീതിയിലുള്ള പല മുൻകരുതൽ നടപടികളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, ഈ മരങ്ങൾ കൊതിയൊതുക്കുന്ന കാര്യത്തിലാവട്ടെ, അല്ലെങ്കിൽ മരച്ചിലകൾ ഒടിഞ്ഞു വീഴുന്ന കാര്യത്തിലാവട്ടെ, ഇതിലൊക്കെ ഒരു സർക്കാർ സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാത്രമായിക്കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആണ് നമ്മുടെ പ്രയാസങ്ങളുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും ചിലയിടങ്ങളിലെങ്കിലും നമുക്ക് ഇനിയും ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമുള്ളതുണ്ടാകും. പക്ഷേ ഇപ്പോൾ നമുക്ക് കൃത്യമായി മുന്നറിയിപ്പുകൾ ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ആളുകളോട് മാറി താമസിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. വളരെ മുൻകൂട്ടി തന്നെ നമ്മൾ ക്യാമ്പുകളെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ പലയിടങ്ങളിലും ഈ വെള്ളം കയറുന്ന പല പ്രദേശങ്ങളിലും വെള്ളം കയറാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാം. അതായത് നമ്മൾ പ്രവചിക്കുന്ന തരത്തിലോ നമ്മൾ കരുതിയിരുന്ന പോലെയും അല്ല, വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമറ്റ് കണ്ടീഷൻസ് നമുക്ക് ഉണ്ടാകുന്നു. ഇപ്പോൾ കാറ്റിൻ്റെ വേഗതയായാലും പെരുമഴയുടെ കാര്യമായാലും വലിയ മാറ്റങ്ങൾ ഈ കാലാവസ്ഥയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ സമ്മതിക്കുന്നു, അത് വസ്തുതയാണ്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞ തൃശ്ശൂരിലെ വെള്ളക്കെട്ടുണ്ടായത് അവിടുത്തെ ഒരു നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടാണ്, നിർമ്മാണത്തിലെ പിഴവ് മൂലമാണ്. അവിടെ ഒരു തീരുമാനമെടുത്ത് പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല, ആളുകൾ വെള്ളത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതുപോലെ ഈ മേൽക്കൂര പാറിപ്പോകുന്നത്, റോഡിലെ വലിയ വലിയ ഈ ഫ്ലക്സ് ബോർഡുകൾ അടക്കം വളരെ സുരക്ഷിതമല്ലാത്ത രീതിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു നേരം കൊണ്ടോ ചെയ്യേണ്ടതല്ല. ഇത് കൃത്യമായ ആസൂത്രണത്തിൽ ചെയ്യേണ്ടതാണ്. കേരളത്തിലെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഒക്കെ തലകുത്തനെ അറിയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ. ഇപ്പോൾ ഈ ഇന്ന് തുടങ്ങിയ സംഭവമല്ല. കേരളത്തിലെ മഴക്കാലവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതുമല്ല. അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്, ആരാണത് ചെയ്യേണ്ടത്, എന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്ന കാര്യങ്ങളിലൊക്കെ ചോദ്യങ്ങൾ ഉയരുകയും നാട്ടുകാർ പഞ്ചായത്ത് പ്രസിഡന്റിനൊക്കെ തടഞ്ഞു വെക്കുകയും മുറിയിൽ പൂട്ടിയിടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ആളുകൾക്ക് ജീവിക്കണ്ടേ? ശ്രീ ഫഹദ് മർസൂഖ്, ഞാൻ